ഇന്നും ഇന്നലെയുമായി ആരോഗ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയുള്ള കെ മുരളീധരൻ ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതായത് ആശുപത്രിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ബോർഡുകൾ വെച്ചുകൊണ്ടുള്ള ഭക്ഷണ വിതരണം വേണ്ട, അതിന് സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കും എന്നൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലാ ആശുപത്രിയിലാണ്. ഇവിടെ ഈ ഉച്ചഭക്ഷണ വിതരണം 15 വർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് കെ കരുണാകരൻ, അതായത് കെ മുരളീധരന്റെ പിതാവായിട്ടുള്ള കെ കരുണാകരന്റെ പേരിൽ 15 വർഷമായി ഇവിടെ ഉച്ചഭക്ഷണ വിതരണം ചെയ്തു വരുന്നു എന്നുള്ളൊരു മഹത്തായ കാര്യമാണ്. ഒരു നേരം അല്ലെങ്കിൽ ഒരു വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു എന്ന മഹത്തായ ഒരു കർത്തവ്യം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ദിവസവും സേവാഭാരതിയുടെ പേരിൽ ചൊവ്വാഴ്ചയുണ്ട്. അതിനൊപ്പം തന്നെ നവജീവൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് രോഗികൾക്കും കൂട്ടിരിക്കാനുള്ള സായാഹ്ന ഭക്ഷണ വിതരണം കൂടി നവജീവൻ ട്രസ്റ്റും നടത്തുന്നുണ്ട് എന്നാണ്. അതിന്റെ ബോർഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, പാവപ്പെട്ട വിശക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു, അതിന്റെ ഒരു മഹത്തായ കാര്യം തന്നെയാണ് അത് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ നമുക്ക് കാണുന്നതിന് ഇവിടെയും ഈ ബോർഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ ബോർഡുകൾ വെച്ചുകൊണ്ടുള്ള ഈ ഭക്ഷണ വിതരണങ്ങൾ ഇനി ആശുപത്രികൾക്ക് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിക്കുള്ളിൽ വേണ്ടതില്ല എന്നൊരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊരു ചേട്ടനോട് നിൽക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ ഈ മന്ത്രിയുടെ പ്രസ്താവന കേട്ടിരുന്നോ? എന്ത് തോന്നുന്നു അങ്ങനെ പറഞ്ഞ ബോർഡ്? പക്ഷേ ഇത് വലിയൊരു ഉപകാരമാണ് എല്ലാവർക്കും. ഒരുപാട് രോഗികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം അത് വളരെ ഒരു ഉപകാരമാണ് ഇന്നത്തെ ആഹാരം കൊടുക്കുക എന്നുള്ളത്. നല്ലൊരു കാര്യമാണ്. മന്ത്രി പറഞ്ഞത് ഈ ബോർഡൊന്നും വെച്ചിട്ട് ആരും ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണ്ട എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നത് ശരിയാണ്? ഇല്ല, അങ്ങനെ കൊടുത്തിരുന്ന അതൊരു വലിയൊരു നഷ്ടമാകും. കാരണം ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന നല്ലൊരു കാര്യമാണ്. അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമാണെന്നല്ല. ചേച്ചി അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടിരുന്നോ? മന്ത്രി അങ്ങനെ പറഞ്ഞു ഈ ബോർഡ് വെച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്? ഞാൻ കേട്ടില്ലായിരുന്നു, ഇപ്പം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ശരിയാന്ന് തോന്നുന്നു? ശരിയാന്ന് തോന്നില്ല. ഇവിടെ എന്നാലും 2 നേരം 3 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ ഇഡലി ഉണ്ട്, ഉച്ചയ്ക്ക് ഈ പേര് കഞ്ഞി കൊടുക്കുന്നുണ്ട്, വൈകുന്നേരം നവജീവനും കൊടുക്കുന്നുണ്ട്. അത് വലിയ ഉപകാരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അവർക്ക് വേണ്ടേ, അനാഥരായിട്ട് കിടക്കുന്നവർക്ക് നല്ല കാര്യമാണ്, നോക്കേണ്ട കാര്യമില്ല. അതെ, എന്തായാലും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആർക്കും കൊണ്ടുവന്നാൽ മതി, ഭക്ഷണം കിട്ടിയാൽ മതി. അത് തന്നെയാണ്. അതായത് ഈ ഭക്ഷണം നൽകുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളതാണ്. അതിൽ മറ്റ് വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നൊരു അഭിപ്രായമാണ് പൊതുവിൽ ആളുകൾക്കുള്ളത് എന്നുള്ളത് തന്നെയാണ്. കാരണം വളരെ മഹത്തായ കാര്യമാണ്. നമുക്കറിയാം, ഒരു നേരം വിശക്കുന്നവനെ ഈ വിശപ്പിന്റെ വില അറിയൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മറ്റ് രാഷ്ട്രീയങ്ങളോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളോ കലർത്തേണ്ടതില്ല എന്നൊരു അഭിപ്രായമാണ് ആളുകൾക്കുള്ളത്. മന്ത്രി ഇന്നലെ പറഞ്ഞത് കേട്ടിരുന്നോ? ഇത് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇപ്പോൾ ഞായറാഴ്ച ഒരു കടയില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ വേറെ മറ്റു കാര്യങ്ങൾ നോക്കണ്ട? ഇല്ല, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. നല്ല കാര്യമാണ് ചെയ്യുന്നത്. നല്ല കാര്യമാണ് ചെയ്യുന്നത്. അത് തന്നെയല്ലേ ഏട്ടാ, നല്ല രീതിയിൽ പോകുന്നു. ഇങ്ങനെ തന്നെ പോട്ടെ. നല്ലതായിട്ട് ഞായറാഴ്ച ദിവസമായിട്ടും എല്ലാം കൊണ്ട് തരുന്നുള്ളൂ. നല്ല ഇതിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് നിൽക്കുന്നത്. ഇത് നല്ലൊരു ഉപകാരം, നല്ല രീതിയിലാണ് ചെയ്യണം. ഒരു കുഴപ്പമില്ല. ഇത് സംഭവം നന്നായിട്ട് വരണമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നു. ഈ രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഈ വിഷയങ്ങൾ പോകട്ടെ എന്ന ഒരു അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതിൽ മറ്റു വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്തേണ്ടതില്ല. ഇത് വളരെ മഹത്തരമായ ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. കാരണം വിശക്കുന്ന ആളുകൾക്കായിരിക്കും വിശപ്പിന്റെ വില അറിയുക. അപ്പോൾ ആ വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണമാണ് ഇവിടെ നൽകുന്നത്. അതിൽ എന്തിന് അടിസ്ഥാനത്തിലാണ് മന്ത്രി അങ്ങനെ പറയുന്ന കാര്യത്തിൽ വ്യക്തിയില്ല. പക്ഷേ ഇത്തരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന ആഗ്രഹം തന്നെയാണ് ജനങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ളത്.